സാധാരണമായ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, കുടുംബം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും സഭാവിശ്വാസികളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സന്തോഷ് പാസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കാണുവാനൊക്കെ കർത്താവ് ഇടയാക്കിയല്ലോ. ഈ രാവിലെയും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. അടുത്ത 1 മണിക്കൂർ കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യും. കർത്താവ് ലഭിച്ച 1-2 ദൈവശബ്ദങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 1-2 വാക്യം. മതി. അടുത്ത് അതിൻ്റെ 24-ൻ്റെ 25. അടുത്ത അതിൻ്റെ 31-ാമത്തെ വാക്യം കൂടെ. 31. അതിൻ്റെ 31. അതിൻ്റെ 45-ാമത്തെ വാക്യം കൂടെ. 45-ാമത്തെ വാക്യം കൂടെ മതി. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്ന് രാവിലെ കർത്താവ് ചിലത് തുറക്കും. എത്ര പേർ പറയും കർത്താവ് ചിലത് തുറക്കും? ആളുകളുടെ വലിയ വലിപ്പമല്ല, അതിനപ്പുറം വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ ഈ രാവിലെ തിരിച്ചറിഞ്ഞ് ഒരു നിമിഷം കണ്ണുകൾ അടഞ്ഞ് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടഞ്ഞ് 1-2 മിനിറ്റ് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടഞ്ഞ് ശബ്ദങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ തരങ്ങളും തുറന്ന് 1-2 മിനിറ്റ് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. കർത്താവ് തുറക്കുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി ചിലത് തുറക്കും കർത്താവ്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളടച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ശബ്ദങ്ങൾ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദങ്ങൾ തുറന്ന് ഈ രാവിലെ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്നവർ ഹല്ലേലൂയ കൂരിരുളായാലോ താഴ്വരയായാലോ എൻ കൂടെ ഇരിക്കുന്നോനേ. ശബ്ദങ്ങൾ തുറന്ന് കൂരിരുളായാലോ ഓ താഴ്വരയായാൽ എൻ കൂടെ ഇരിക്കുന്നോനേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടും
പരിശുദ്ധനെ. ശബ്ദങ്ങൾ തുറന്ന് സാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം രാവിലെ പരിശുദ്ധരെ രാജ ഈ പട്ടണത്തിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കുന്ന ദൈവദൂതന്മാർ ഈ രാവിലെ ജനത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആരാധനകളെ തടയുന്ന ഇരുളിന്റെ സ്വാധീനങ്ങൾ ഇന്ന് രാവിലെ അഴിയപ്പെടുന്ന ശബ്ദങ്ങൾ തുറന്ന് ജനത്തിന്റെ ആർപ്പുകൾ വെളിപ്പെട്ടപ്പോൾ യെരിഹോ മതിലിടിഞ്ഞ പോലെ ഈ രാവിലെ ഈ സെക്ഷൻ മുതൽ ചില മതിലുകളെ ഇടിക്കുന്ന പട്ടണത്തിലെ ആധിപത്യങ്ങൾ, പട്ടണത്തിലെ ദുർഭൂതങ്ങൾ, പട്ടണത്തിലെ ഇരുട്ടുകൾ ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നവന്റെ മുമ്പിൽ ചിലത് ഇടിയുന്ന വലിയ ദൈവ സാന്നിധ്യം രാവിലെ ഈ ഹോളിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ ഒരു കട്ടിയേറിയ പുതപ്പ് നിന്നെ പുറത്തെടുക്കുന്ന നിന്റെ ജീവിത സാഹചര്യം മാറുന്നു. ശബ്ദങ്ങൾ തുറന്ന് ആ ദൈവ സാന്നിധ്യം രാവിലെ വായികൾ തുറന്ന് വായികൾ തുറന്ന് വായികൾ തുറന്ന വായികൾ തുറന്ന ഈ രാവിലെ അന്തരീക്ഷങ്ങളെ ഞങ്ങൾ ഈ രാവിലെ തിരിക്കുന്നു. ഈ പട്ടണത്തിലെ അന്തരീക്ഷങ്ങൾ ജനത്തിന്റെ വായ കെട്ടിയത്, ജനത്തിന്റെ അവലത്തെ കെട്ടിയത്, ശുശ്രൂഷകളെ ഒതുക്കിയത്, സഭകളെ പൂട്ടിയത് ഈ രാവിലെ തുറന്നു. രാവിലെ ദൈവത്താൽ ചിലത് സംഭവിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൃപയ്ക്ക് നന്ദി. അത്ഭുതമാകണമേ, വിടുതലയക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി. ഒത്തിരി ആളുകൾ ഉള്ളതല്ല മീറ്റിംഗിന്റെ റിസൾട്ടുകൾ സക്സസ്ഫുൾ ആകുന്നത്, അതിലപ്പുറം വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ഈ രാവിലെ കർത്താവ് കാര്യങ്ങളെ തിരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് കാര്യങ്ങളെ തിരിക്കും. രാവിലെ കർത്താവിന് ചിലത് തുറക്കാനും പറ്റും, കർത്താവിന് ചിലതിനെ അടയ്ക്കാനും പറ്റും. എത്ര പേർ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ കർത്താവ് ചിലത് തുറക്കാൻ പോയി? കർത്താവ് എന്തെങ്കിലും എവിടെങ്കിലും ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ അസാധാരണമായ റിസൾട്ടുകൾ ഉണ്ടാകും. ഇന്ന് രാവിലെ ഇതൊരു റിസൾട്ടുള്ള മീറ്റിംഗാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇത് ഭയങ്കര റിസൾട്ട് ഉണ്ടാകുന്ന മീറ്റിംഗാണ്. ഇതിനകത്ത് വലിയ ആളുകളുടെ പെരുപ്പമല്ല, അതിനപ്പുറമായി കർത്താവ് ചിലരെ അൺലോക്ക് ചെയ്യാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ലൂക്കോസ് 3 കാര്യങ്ങൾ കാണാൻ കഴിയും. 1, അവൻ കല്ലറയെ തുറന്നു. 2, അവൻ ഹൃദയത്തെ തുറന്നു. 3, അവൻ കണ്ണുകളെ തുറന്നു. 3 കാര്യങ്ങൾ ഇവിടെ കാണാൻ. 1, കല്ലറ തുറന്നു. 2, കണ്ണ് തുറന്നു. 3, അവരുടെ ബുദ്ധിയെ തുറന്നു. ഹല്ലേലൂയ. 3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രാവിലെ എത്ര സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ചിരിച്ച മുഖത്തോടെ ഈ രാവിലെ പ്രതീക്ഷയോടെ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും.
എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഈ രാവിലെ എത്ര പേർക്ക് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എനിക്ക് വേണ്ടി ചിലത് തുറക്കും? അടുത്തിരിക്കുന്ന ആൾക്കാർ കർത്താവ് എനിക്ക് വേണ്ടി ചിലത് തുറക്കും. കർത്താവ് എനിക്ക് ബ്രദറെ, കർത്താവ് തുറക്കും. കർത്താവിന്റെ പ്രത്യേകത, കർത്താവ് തുറക്കുന്ന ആളാണ്. പിശാചിന്റെ പദ്ധതി അവൻ അടയ്ക്കുന്നവനാണ്. പക്ഷെ കർത്താവ് എത്ര പൂട്ടിയാലും, ആരൊക്കെ പൂട്ടിയാലും കർത്താവിന് തുറക്കാൻ കഴിയും. ഒന്നാമൻ കല്ലറകളെ തുറന്നു. ലൂക്കോസിന്റെ സുവിശേഷവും ആ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ കല്ലറകളെ തുറക്കുന്ന ദൈവമാണ്. 24-ാമത്തെ വാക്യത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം മഗ്ദലക്കാരിത്തി മറിയ അതിരാവിലെ കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ലുരുട്ടിക്കളഞ്ഞതായി ഞാൻ കണ്ടു. ഇത് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒത്തിരി പ്രതീക്ഷയോടെ വന്ന ആളുകൾ ഇതിനകത്തുണ്ട്. ഈ മീറ്റിംഗിന് പ്രത്യേകത ഒത്തിരി ആളുകളെ കൂട്ടാൻ വേണ്ടി അല്ല ഈ മീറ്റിംഗ്. കേറുന്നവന്റെ ലൈഫിൽ ചില തിരിവുകൾ നടക്കും. ഒരിക്കലും നമ്മുടെ മുമ്പിൽ തുറക്കാൻ പറ്റാത്ത ചില വാതിലുകളുണ്ട്. നമ്മുടെ മുമ്പിൽ തുറക്കാത്ത, ഇനിയും തുറക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ രാവിലെ മൈക്ക് നിങ്ങൾക്ക് തന്ന നിങ്ങൾ പറയും, ബ്രദർ കേട്ട വാക്തത്വങ്ങൾ ഒത്തിരിയാ, ദൈവശബ്ദങ്ങൾ ഒത്തിരി, ഇനിയും എൻ്റെ ലൈഫിൽ ചില നിറവേറാനുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ഈ മീറ്റിംഗിൽ ദൈവം ചിലനെ തുറക്കും. നിങ്ങളെ തുറക്കാൻ വേണ്ടിയാണ് ഈ മീറ്റിംഗ് വെച്ചത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തുറക്കുന്ന ദിവസങ്ങളാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയാമോ? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം അവിടെ ഇങ്ങനെ പറയുന്നു, ആദികാലത്ത് കല്ലറയിലെത്തി ഒരു മറിയ എന്ന സ്ത്രീ. കല്ലറയിലെത്തുമ്പോൾ പ്രതീക്ഷയോടെ യേശുവിന്റെ ഹല്ലേലൂയ ശരീരത്തിൽ സുഗന്ധമിടാൻ വേണ്ടി, സുഗന്ധം പൂശാൻ വേണ്ടി ഈ സ്ത്രീ വരുമ്പോൾ അവൾ കണ്ട കാഴ്ച, ഹല്ലേലൂയ, അന്ന് വരെ പലരുടെ മുമ്പിലും ഈ കല്ലറ അടഞ്ഞു കിടന്ന. പക്ഷെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നവരോട് പറയാ, ഈ സീസണിൽ നിന്റെ മുമ്പിൽ ദൈവം ഇത് തുറന്നു തരും. പലർക്കും തുറക്കാത്തത്, പലരും തുറക്കാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾ ഈ സീസണിൽ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വരുന്ന. ആമേൻ പറഞ്ഞു. ശബ്ദങ്ങൾ തുറന്നു. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ രാവിലെ വിശ്വസിക്കുന്ന ആമേൻ പറയാമോ? ഈ കല്ലറയുടെ പ്രത്യേകത, ഈ കല്ലിന്റെ പ്രത്യേകത, കല്ലിയ ഒരിക്കലും ആർക്കും തുറക്കാൻ പറ്റാത്ത, ആർക്കും തള്ളി മാറ്റാൻ പറ്റാത്ത അസാധാരണമായ ഒരു കല്ല്. ഈ കല്ലിന്റെ പ്രത്യേകത, ഒരിക്കലും അകത്ത് കിടക്കുന്നവൻ പുറത്ത് വരത്തില്ല പറഞ്ഞ് ശത്രുവായവൻ ഹല്ലേലൂയ കല്ലുരുട്ടി വെച്ചു. ആ ദേശത്തിനകത്ത് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ ഒരിക്കലും ഒരു മനുഷ്യനാൽ മാറ്റാൻ പറ്റാത്ത, ഒരു വ്യക്തിയാൽ മാറ്റാൻ പറ്റാത്ത, ഒരു ഹല്ലേലൂയ മന്ത്രവാദിയാൽ മാറ്റാൻ പറ്റാത്ത, നാട്ടുകാരനാൽ മാറ്റാൻ പറ്റാത്ത ഒരു വലിയ കല്ല്. ഈ പിശാചിന്റെ പരിപാടി ഇതാ, ഒരു ദൈവസഭയ്ക്ക് മുമ്പിൽ, ഒരു അഭിഷക്തന്റെ മുമ്പിൽ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഈ കല്ലുകൾ ഉരുട്ടി വെക്കുക. ഇന്ന് രാവിലെ ദൈവാത്മ പറയുന്നു, ഈ രാവിലെ ഈ മീറ്റിംഗിനകത്ത് ദൈവം നിന്നെ കയറ്റിയത് കല്ലിന്റെ വലിപ്പം കാണാനല്ല. ഇന്ന് രാവിലെ കല്ല് നിന്റെ മുമ്പിൽ ചില തുറന്നു മാറുന്ന പോലെ രാവിലെ ഈ പട്ടണത്തിന്റെ അകത്ത് മന്ത്രവാദി വെച്ചത്, ആ വിചാരം വെച്ച കല്ലുകളെ ഈ മീറ്റിംഗിൽ സ്വർഗം പറയുന്നു, ഞാൻ അതിനെ തുറക്കും. രാവിലെ സ്വർഗം അതിനെ തുറക്കാൻ പോകുക. വിശ്വസിക്കുന്ന രാവിലെ ആമേൻ പറയാമോ? ഈ രാവിലെ വളരുന്ന ഒരു സഭ, വളരുന്ന ഒരു അഭിഷക്തൻ. പിശാചിന്റെ പരിപാടി നീ ഒരിക്കലും പുറത്തു വരരുത്. പിശാച് വരുമ്പോ ഇതിനെ കല്ലുരുട്ടി വെക്കുക. മറിയയുടെ ജീവിതത്തിനകത്ത് ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ദിവസം പ്രതീക്ഷയോടെ കല്ലറയുടെ മുമ്പിൽ വരുമ്പോൾ, ഇന്നലെ വരെ ഈ കല്ലറ പലരുടെ മുമ്പിൽ അടഞ്ഞു കിടന്നിയ, പക്ഷെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഈ കോൺഫറൻസിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നിന്നോട് ദൈവത്തിന് ശബ്ദം പറയുന്നു, ഇനി പ്രത്യേകിച്ച് ഒരാൾ വന്ന് അതിനെ ഉരുട്ടിക്കളയണ്ട. ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ മുമ്പിൽ അത് ഉരുട്ടിക്കളഞ്ഞ് അത് തുറന്നു തരുന്നൊരു കാഴ്ച. ഈ രാവിലെ തുറക്കാത്തതെല്ലാം തുറക്കട്ടെ. പലരുടെ മുമ്പിൽ തുറക്കട്ടെ. കരമടിച്ചോ അന്യ ഭാഷയിലോ. ഓ
ഈ രാവിലെ നീ ചിലത് കാണാൻ പോവുക. ബ്രദർ, നിങ്ങൾ ചിലത് കാണും. നീ ചിലത് കാണും. സിസ്റ്റർ, അച്ഛൻ, നമ്മൾ ചിലത് കാണാൻ പോകുക. ഈ സീസണിന്റെ പ്രത്യേകത കല്ലിനെ കാണാനല്ല, കല്ലുകൾ കണ്ട സീസൺ ഉണ്ട്. പിശാചിന്റെ പരിപാടി നിന്നെ അകത്തുള്ളത് കാണിക്കത്തില്ല, പുറമേ ഉള്ളതെല്ലാം നീ കണ്ടിട്ടുണ്ട്. ആരാധന കണ്ടിട്ടുണ്ട്, അഭിഷേകം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ദൈവം പറഞ്ഞു, നീ കാണാത്ത ചില ആത്മതലങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ തുറക്കും. പ്രവാചകൻ കാണാത്ത, പാസ്റ്റർ കാണാത്ത, ഇതുവരെ ഒരു മനുഷ്യന് കാണാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. എത്ര പേർക്ക് ഇന്ന് രാവിലെ ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് ചിലത് തുറക്കാൻ കഴിയും? എത്രവർക്ക് ആമേൻ പറയും? നിന്റെ ലൈഫിനകത്ത് ഇപ്പോൾ നീ പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഒരുപക്ഷെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഇന്ന് രാവിലെ നീ കാണാൻ പോകുന്ന കാഴ്ചകൾ കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി പറ. കണ്ടു 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 കണ്ടു. ഇനി ചിലത് കാണാൻ പോകുന്ന സീസണാണ്. ഇനി കേൾക്കുന്ന സീസൺ അല്ല, കേൾക്കുന്ന സീസൺ കഴിഞ്ഞു. ഈ സീസണിന്റെ പ്രത്യേകത ചിലത് കാണും. ഈ രാവിലെ പ്രതീക്ഷയോടെ വന്നവരാണ്, നീ ചിലത് കാണും. നിന്റെ അത്ഭുതം കാണും, നിനക്ക് വഴി തുറക്കുന്ന കാണും, നീ രക്ഷപ്പെടുന്ന കാണും, നിന്റെ പട്ടണത്തിൽ നീ പ്രബലപ്പെടുന്നത് കാണും. അന്യഭാഷയിൽ ശബ്ദങ്ങൾ തുറന്ന് ഈ രാവിലെ ഇന്ന് രാവിലെ ആമേൻ പറയാൻ കഴിയും. അവന് തുറക്കാൻ പറ്റും. എന്റെ ദൈവത്തിന്റെ പ്രത്യേക യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ കയ്യിൽ കൊടുക്കുന്നു, അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രത്യേകത അവന് തുറക്കാൻ കഴിയും. ഈ രാവിലെ പരിശുദ്ധാൽ പറയുന്നു, നിങ്ങളുടെ മുമ്പിലുള്ള ചില വാതിലുകൾ, വാഗ്ദത്തങ്ങൾ ദൈവം ഇന്ന് രാവിലെ തുറക്കും. നീ കേട്ട എല്ലാ ദൈവശബ്ദങ്ങളും ഇന്ന് രാവിലെ അടച്ചു വെക്കാൻ പിശാചിന് കഴിയത്തില്ല. ഈ രാവിലെ ദൈവം പറയുന്നു, മോശയെ ഒളിപ്പിച്ചു വെക്കാൻ അവന്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ദൈവം പറയുന്നു, ഈ രാവിലെ നിന്നെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ പോകുക. ഓ, 3 മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. 3 മാസം അനേക കുഞ്ഞുങ്ങൾ ദേശത്തിനകത്ത് കരയുമ്പോൾ, ചിരിക്കുമ്പോൾ മോശെ എന്ന കുഞ്ഞിന് വായ് തുറക്കാൻ പറ്റുന്നില്ല. അവന്റെ വായ്കൾ അടച്ച് ദേശക്കാര്, ബന്ധുമിത്രാദികള്, അപ്പനും അമ്മയും അവനെ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, 3 മാസം കഴിഞ്ഞപ്പോൾ ആർക്കും ഒളിപ്പിക്കാൻ പറ്റാത്ത നിലയിൽ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത നിലയിൽ മോശയെ പുറത്തു കൊണ്ടുവന്നു. ഈ മീറ്റിംഗ് ചിലരെ പുറത്തു കൊണ്ടുവരുന്ന, സഭയെ പുറത്തു കൊണ്ടുവരും, അഭിഷക്തന്മാരെ പുറത്തു കൊണ്ടുവരും. ഈ പട്ടണത്തിനകത്ത് ആരൊക്കെ ലോക്ക് ചെയ്താലും ദൈവം നിന്നെ പുറത്ത് ഭാഷയിലോ ഈ രാവിലെ ആമേ പറഞ്ഞു. ഈ രാവിലെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കും, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. ഹല്ലേലൂയ. അവൻ തന്റെ പിതൃഭവനത്തിൽ മഹത്വമുള്ള ഒരു സിംഹാസനമാകും. ഇന്ന് രാവിലെ ഈ പട്ടണത്തിന്റെ അകത്ത് സഭയെ ഉറപ്പിക്കാൻ പോവുക. ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ തറയ്ക്കും. സഭ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. സഭയെ പെർമനന്റ് ആയിട്ട് ദൈവം ഉറപ്പിക്കും. ഈ ദേശം നിങ്ങളെ ദൈവം ഉറപ്പിക്കും. ഇതിനകത്ത് വിശ്വാസികളെ ദൈവം ഉറപ്പിക്കും. വന്നു പോകുന്ന ഒരു കൂട്ടമല്ല, ഇതിനകത്ത് സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന, സഭയ്ക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന, അഭിഷക്തന്റെ കൂടെ നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം ഉറപ്പിക്കാൻ പോകുന്നു. കരമടിച്ചന്യ ഭാഷയിൽ
ഈ രാവിലെ വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ ആമേൻ പറയാമോ? അവൻ തുറക്കുന്ന ദൈവമാ. ഈ രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, ആരൊക്കെ നിന്റെ വഴി അടയ്ക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിനക്കെതിരെ നിന്നാലും, ഈ രാവിലെ ദൈവം പറയുന്നു, നിന്റെ മുമ്പിൽ ആർക്കും നിന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 7-ാം അധ്യായത്തിൽ ഇങ്ങൊരു പദങ്ങളുടെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നോഹയുടെ ആയുസ്സിൽ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവകളൊക്കെയും പിളർന്നു, ആകാശത്തിലെ കിളിവാതിലും തുറന്നു. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ 40 ദിവസം വലിയ നീണ്ടു നിൽക്കുന്ന പ്രളയം. എന്നാൽ ആ ജീവിതത്തിന്റെ അകത്ത് ആ മനുഷ്യന്റെ 600-ാം വയസ്സിൽ അദ്ദേഹം കാണുന്ന കാഴ്ച അടയപ്പെട്ട് കിടക്കുന്ന മേഘമല്ല, അടയപ്പെട്ട് കിടക്കുന്ന സാഹചര്യമല്ല. അദ്ദേഹം കാണുന്ന കാഴ്ച ഇങ്ങനെ തന്നെയാണ്. ആഴിയുടെ ഉറവകളൊക്കെയും പിളർന്നു, ആകാശത്തിലെ കിളിവാതിലുകളൊക്കെയും തുറന്നു. ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു, എനിക്ക് വേണ്ടി ദൈവം ചില ആകാശത്തിലെ കിളിവാതിലുകളെ തുറക്കും. എനിക്ക് വേണ്ടി ആകാശത്തിലെ കിളിവാതിലുകളെ ദൈവം തുറക്കും. ആ പ്രളയത്തിന്റെ അകത്ത് അന്ന് വരെ ആ ദേശത്തിന്റെ അകത്ത് കൃപ ലഭിച്ച ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേര് നോഹ എന്നാണ്. അന്ന് വരെ ആ ദേശത്തിനകത്ത് മഴ പെയ്തിട്ടില്ല, ആകാശത്തിലെ കിളിവാതിൽ തുറന്നിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു, ദൈവം ഒരുത്തന്റെ മേൽ ഒരു കൃപ വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തിന് അന്ന് വരെ കാണാത്തത് ആ തലമുറയിൽ സംഭവിക്കാൻ തുടങ്ങി. ഇന്ന് രാവിലെ ദൈവം പറയുന്നു, ഇന്നുവരെ ഈ പട്ടണം കാണാത്ത ചില കാര്യങ്ങൾ ദൈവം ഇതിനകത്ത് തുറക്കും. കിളിവാതിലുകൾ തുറക്കും. കിളിവാതിലുകൾ നിനക്ക് വേണ്ടി ആകാശത്തിലെ കിളിവാതിലുകൾ ദൈവം തുറക്കും. ഇന്ന് രാവിലെ ചിലത് തുറന്നാൽ പരിശുദ്ധാത്മ ഇങ്ങനെ പറയുന്നു, 7 ദിവസം കഴിഞ്ഞ് ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. നോഹയുടെ ആയുസിന്റെ 600-ാമത്തെ വയസ്സിൽ ഈ രാവിലെ ദൈവാത്മ പറയുന്നു, ചിലത് കാണാതെ നിന്നെ ദൈവം ഭൂമിയിൽ നിന്ന് അയക്കത്തില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ ചിലത് കാണും. കേട്ട വാക്തത്വങ്ങൾ, കേട്ട ദൈവ ശബ്ദങ്ങൾ, കേട്ട ദൈവ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ദൈവാത്മ പറയുന്നു, അത് നീ കാണാൻ പോകുക. ഹല്ലേലൂയ. ആകാശത്തിലെ കിളിവാതിലുകൾ എനിക്ക് വേണ്ടി ദൈവം ആകാശത്തിലെ കിളിവാതിലുകൾ തുറക്കുക. ഭൂമിയിലുള്ള വാതിലിന്റെ പ്രത്യേകത, ആ വാതിലിനെ മനുഷ്യന് അടയ്ക്കാൻ പറ്റും. പക്ഷെ ഇന്ന് രാവിലെ നോഹേ, നിന്റെ ജീവിതത്തിനകത്ത് ലോകത്ത് ഒരു മനുഷ്യന്റെ കാലഘട്ടത്തിൽ നടക്കാത്തത് നോഹയുടെ കാലഘട്ടത്തിൽ നടന്നു. അങ്ങനെ ഞാൻ പ്രവചിക്കാം, ലോകത്ത് ഒരു വ്യക്തിയുടെ കാലഘട്ടത്തിൽ നടക്കാത്ത നമ്മുടെ കാലഘട്ടത്തിൽ നടക്കും. നമ്മുടെ കാലഘട്ടത്തിൽ എന്റെ കാലഘട്ടത്തിൽ ഞാൻ ചിലത് കാണും. എന്റെ കാലഘട്ടത്തിൽ മരിച്ചവർ ഉയർക്കുന്നത് ഞാൻ കാണും. എന്റെ കാലഘട്ടത്തിൽ തളർന്നവൻ എഴുന്നേക്കുന്നത് കാണും. എന്റെ കാലഘട്ടത്തിൽ ആര് കാണാത്തത് ഞാൻ കാണാൻ പോകുക. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, ഇന്ത്യയുടെ മോർച്ചറികളിൽ ശവങ്ങൾ അടക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം പറയും, നിന്റെ തലമുറയിൽ നിന്നെ ദൈവം അതിന്റെ ഒരു കീയാക്കി മാറ്റും. ആമേൻ പറയാമോ? ഇന്ന് രാവിലെ നിന്റെ തലമുറയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ, എല്ലാരും ചെയ്തതല്ല, എല്ലാരും കണ്ടതല്ല, വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ രാവിലെ പ്രാപിക്കാൻ കഴിയുന്നവർ അന്യഭാഷയിൽ ഈ രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, നീ എന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തും ചെയ്തു കളയും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഈ രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, നോഹയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യന്റെ മേൽ വീണു. മോനെ, ദൈവത്തിന്റെ കൃപ ഒരുത്തന്റെ മേൽ വീണാൽ ആ കാലഘട്ടത്തിൽ ആരിലും നടക്കാത്തത് അവന്റെ മേൽ, നിന്റെ മേൽ ദൈവം അങ്ങനെ ഒരു കൃപ
രാവിലെ ഒരു പകർച്ച നിന്റെ ജീവിതത്തിനകത്ത്, ഒരു ദൈവ കൃപ, ദൈവ ഇടിയ ഈ രാവിലെ ഒരു പകർച്ച നിന്റെ മേൽ വീഴുക. ഒരു പകർച്ച തീയായി ഈ രാവിലെ പിടിച്ചോണം, അവനെ പിടിച്ചോണം. കാലഘട്ടത്തിൽ ചിലതിനെ തിരിക്കാൻ ഈ രാവിലെ അവന് മേൽ വലിയൊരു ദൈവ കൃപ, ഒരു ഭയങ്കര പകർച്ച നിന്നെ ഉപയോഗിക്കാൻ പോവുക. കരമടിച്ചെന്ന് രാവിലെ ഒരു ഭയങ്കര അഭിഷേകം നിന്റെ കാലഘട്ടത്തിൽ നീ കാണാൻ പോകുക. ഉണർവുകൾ കാണും, നീ മരിച്ചവർ ഉയർക്കുന്ന കാണും. ഇതുവരെ ആരിലും സംഭവിക്കാത്തത് നിന്നിൽ സംഭവിക്കുന്നത് നീ കാണും. പരിശുദ്ധാത്മാവിന്റെ രാത്രി രാവിലെ കൈമാറുന്നു. നിന്റെ തലമുറയിൽ ദൈവം നിനക്ക് വേണ്ടി ചില ചെയ്യും. അടുത്ത തലമുറയിൽ അല്ല സന്തോഷ് പാസ്റ്ററെ, ഈ തലമുറയിൽ കാണാൻ പോകുകയാണ്. നീ കൈവെക്കുമ്പോൾ അത്ഭുതം നടക്കും, നീ നടക്കുമ്പോൾ അത്ഭുതം നടക്കും, നീ നോക്കുമ്പോൾ അത്ഭുതം നടക്കും. കാരണം ഇന്ന് രാവിലെ ദൈവത്തിന് ചിലത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം ഇന്ന് രാവിലെ നീ ഒരു വ്യത്യസ്തനാ. നിന്റെ തലമുറ ഈ രാവിലെ ഈ പട്ടണത്തിൽ ഈ സഭ ഒരു വ്യത്യസ്തനാ. മക്കളെ, നമ്മളൊരു വ്യത്യസ്തരാ. ഈ സീസണിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ആമേ പറഞ്ഞോ ഇന്ന് രാവിലെ, ആമേ പറഞ്ഞോ, ആമേ പറഞ്ഞോ. ഒരു മനുഷ്യനെ ദൈവം സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ മനുഷ്യനെ മേൽ ദൈവം ചിലത് പതിപ്പിക്കുക. അന്ന് വരെ ദേശത്തിനകത്ത് നിലവിൽ മഴ പെയ്തിട്ടില്ല, ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്നിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൈവം പറയാ, അവൻ ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതവണ് ഈ രാവിലെ ഈ സഭയോട് പറയുന്നു, സ്ഥലം പോരത്തില്ല. എത്ര നീ പണിഞ്ഞാലും സ്ഥലം നിനക്ക് തികയത്തില്ല. ആ നിലവാരത്തിൽ സഭ വർദ്ധിക്കാൻ പോകുന്നു. കരമടിച്ചു അന്യഭാഷയിലോ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുന്നവർ അന്യഭാഷയിൽ, വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ അന്യഭാഷയിൽ സ്ഥലം പോരാതെ വണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സീസണിന്റെ പ്രത്യേകത, ദൈവം ചില കിളിവാതിലുകളെ പറ, എന്റെ ജീവിതത്തിൽ ദൈവം ചില കിളിവാതിലുകളെ തുറക്കും, തുറക്കും, തുറക്കും. ഇത് തുറന്നാൽ ദേശത്തിനകത്ത് ആരിലും വെളിപ്പെടാത്ത നിന്റെ വീട്ടിൽ സംഭവിക്കും. ആരും കാണാത്ത നീ കാണും. ആ ദേശത്തിനകത്ത് 40 ദിവസം നിൽക്കുന്ന പ്രളയമാണ്. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരു മനുഷ്യന്റെ മേൽ സെലക്ഷൻ വീഴുക. ദൈവത്തിന്റെ സെലക്ഷൻ ഒരു മനുഷ്യന്റെ മേൽ വീഴുക. ഈ സെലക്ഷൻ അകത്ത് ഈ മനുഷ്യൻ പറഞ്ഞത്, ഈ മനുഷ്യൻ ദൈവവുമായി ബന്ധത്തിൽ നിന്നത് എല്ലാം കണ്ട് ദൈവം ആ മനുഷ്യന്റെ മേൽ ചിലത് തുറന്നു കൊടുക്കുക. ഇന്ന് രാവിലെ നോഹ പണിഞ്ഞത് ഒരു പെട്ടകമായിരുന്നു. ഈ രാവിലെ നീ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യമാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ഈ ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നോഹ പണിഞ്ഞത് സ്വന്തം വീടല്ല, നോഹ പണിഞ്ഞത് സ്വന്തം കാര്യമല്ല. നോഹ പണിഞ്ഞത് ഹല്ലേലൂയ പ്രളയത്തെ ജയിക്കാൻ ദൈവം പറഞ്ഞ പെട്ടകമാ. ദൈവത്തിന്റെ അളവിൽ പണിഞ്ഞപ്പോൾ ദേശത്തിന്റെ അകത്ത് ആ മനുഷ്യന് വേണ്ടി ദൈവം തുറന്നു. അച്ഛൻ, നിങ്ങൾ പണിഞ്ഞു, അല്ലെങ്കിൽ സ്ഥലം പോരാതെ ഈ രാവിലെ നിങ്ങൾ ചെയ്തു. നിങ്ങൾ വിശ്വസിക്കുന്നത് ഉപരിയായി ദൈവം കാര്യങ്ങളെ ചെയ്യും. ആമേൻ പറയാമോ ഇന്ന് രാവിലെ? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാവിലെ ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ ആമേൻ പറയാൻ കഴിയും? പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ കൈമാറുന്നു. ദൈവം ചിലത് തുറക്കും, ദൈവം ചിലത് തുറക്കും. നിനക്ക് വേണ്ടി ചിലത് തുറക്കും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ചിലത് തുറക്കും. ഈ രാവിലെ മീറ്റിംഗിനകത്ത് വന്നവരോട് പറയാം, നിനക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കും. ഈ രാവിലെ നമ്മൾ കൈമാറുന്ന സന്ദേശം തുറക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. എത്ര പേർക്ക് ഇന്ന് രാവിലെ ആമേൻ പറയാൻ കഴിയും? അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു.
ചെന്ന് തുരുത്തിൽ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറഞ്ഞു, അവിടെ കണ്ണുകൾ തുറന്നു. ഇന്ന് രാവിലെ എവിടേക്കോ പിശാച് അടച്ചു വെച്ച ചില മേഖലയുണ്ട്. ദൈവപ്രവൃത്തി കാണാൻ അനുവദിക്കാതെ, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി കാണാൻ അനുവദിക്കാതെ എവിടേക്കോ പിശാച് ചില വ്യക്തി ജീവിതങ്ങളുടെ കണ്ണുകളെ അടച്ചു. പക്ഷെ ഇന്ന് രാവിലെ ഈ കോൺഫറൻസ് 3 ദിവസം കഴിയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ചിലതിന്റെ കണ്ണുകളെ ദൈവം തുറക്കും, ചിലതിന്റെ ആകക്കണ്ണുകളെ തുറക്കും. ഈ ദിവസങ്ങളിൽ കണ്ണുകൾ ചിലത് തുറന്നു വരാൻ പോകുന്നു. എത്രവർക്ക് ആമേൻ പറയാൻ കഴിയും? ഈ പിശാചിന്റെ പരിപാടി നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക, നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. എന്താ കണ്ണുകൾ അടയ്ക്കുക? നീ ചിലത് കാണരുത്, നീ ദൈവിക വാഗ്ദത്തം കാണരുത്, നന്മ കാണരുത്, അനുഗ്രഹം കാണരുത് പറഞ്ഞ് എവിടേക്കോ നിന്റെ കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുക. ഇന്ന് രാവിലെ ഈ മീറ്റി സ്വർഗ്ഗം അതിനെ തുറക്കും. എത്രവർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അബ്രഹാമിന്റെ ദാസിയ ഹാഗാർ, അബ്രഹാം ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് ഹാഗാറിനെ മരുഭൂമിക്കകത്ത് വിടുക. ഇത് ബേർഷേബ മരുഭൂമിയാ മോനെ. ഈ ബേർഷേബ മരുഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മരുഭൂമികൾക്കകത്ത് ആര് കയറിയാലും അവിടെ മരണം നടക്കുന്ന മരുഭൂമിയാ. മരിക്കാൻ വേണ്ടിയാണ് ഹാഗാർ ബാലനെ കൊണ്ടുപോകുന്നത്. എന്നാൽ ആ യാത്രയിൽ ഒരു പ്രതീക്ഷയില്ലാത്തൊരു യാത്ര, ജീവിതം അവസാനിക്കാനുള്ള യാത്ര. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അബ്രഹാം കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം തീർന്നു. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൾ ബാലനെ ഒരു കുറുങ്കാട്ടിലിട്ടിട്ട് ബാലന്റെ നിലവിളി കേൾക്കാതിരിക്കാൻ മാറിയിരുന്ന് കരയാൻ തുടങ്ങി. ഇന്ന് രാവിലെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്റെ കരച്ചിലിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അബ്രഹാം തമാർ തന്ന തുരുത്തിയിലെ വെള്ളങ്ങൾ തീരും. പക്ഷെ ഇന്ന് രാവിലെ ദൈവം എന്തെങ്കിലും തുറന്നാൽ അത് തീരുന്നതല്ല, അത് നിലനിൽക്കുന്നതാണ്. എത്ര പേർക്കാകെ കർത്താവേ എൻ്റെ അകത്തൊരു നിലനിൽക്കുന്ന അഭിഷേകം, കർത്താവെ നിലനിൽക്കുന്ന നന്മ, നിലനിൽക്കുന്ന യാത്രകൾ, നിലനിൽക്കുന്ന ബന്ധങ്ങൾ, നിലനിൽക്കുന്നത് മാത്രം തുറക്കണമെന്ന് എത്ര പേർക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയും? ഈ ദൈവം തുറക്കുന്നതിന്റെ പ്രത്യേകത അത് നിലനിൽക്കുന്നതാ. ഒരിക്കലും ആർക്കും അതിനെ എടുത്ത് കളയാൻ പറ്റത്തില്ല. അബ്രഹാം കൊടുത്തുവിട്ട തുരുത്തിയിലെ വെള്ളം തീർന്നു. മരിക്കാൻ കുറുങ്കാട്ടിൽ ബാലനിട്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു. എവിടൊക്കെയോ ഇന്നു ഹാഗാർമാർ മരുഭൂമികൾക്കകത്ത, ദൈവത്തിന് വേണ്ടവൻ മരുഭൂമിക്കകത്ത. എവിടൊക്കെയോ നിന്റെ ജീവിതം അവസാനിക്കാൻ വേണ്ടി നീ പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു, ഈ രാവിലെ ഞാൻ നിനക്ക് വേണ്ടി ചിലത് തുറക്കും. പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത് ഞാൻ ചിലത് തുറക്കും. എല്ലാം അവസാനിച്ചെടുത്ത് ഞാൻ ചിലത് തുറക്കും. എല്ലാം നിർത്തുമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ചിലത് ആരംഭിക്കുക. ഈ പട്ടണത്തിൽ വീണ്ടും നിലനിൽക്കുന്ന ആത്മാക്കൾ കയറാൻ പോകുന്നു. ഒരു ആത്മാക്കളുടെ വലിയ കൂട്ടം പരിശുദ്ധാത്മാവിന്റെ അകത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആമേ പറഞ്ഞ് അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ പറ ഞാൻ ചിലത് കാണും. എവിടെയാണോ പിശാച് കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാച് അടച്ചു വെച്ചു, പിശാച് കണ്ണുകളെ അടച്ചു വെച്ചു. ഇന്നും ദൈവസഭകൾക്കകത്ത്, ആത്മീക മേഖലക്കകത്ത് പിശാച് പലതിന്റെ കണ്ണുകൾ അടയ്ക്കും. എന്തിനാണെന്നറിയുമോ? നീ നന്മ കാണരുത്, നീ ആ സഭയിൽ പോകരുത്, നീ അഭിഷേകത്തിനുമായി ചേർന്നിക്കരുത്. പിശാച് നിന്റെ കണ്ണുകളെ അടച്ചു കളയും. എന്നാൽ രാവിലെ തിരിച്ചറിയണം, നിന്നെ ഒരു സഭയ്ക്കകത്ത് കയറ്റിയത് കേവലം ഒന്ന് ആരാധിച്ച് പോകാനല്ല, നീ ആ സഭയുടെ പില്ലറാണ്. ആമേൻ പറയാമോ? നിങ്ങൾ സഭയുടെ ഒരു പില്ലറാണ്. നിങ്ങൾ സഭയുടെ ഒരു ഹല്ലേലൂയ പില്ലറാണ്. ആമേൻ. ഈ സഭയ്ക്കകത്ത് നമ്മളെ ഇരുത്തിയ വെറുതെ അല്ല, ചിലപ്പോൾ കാണിക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയോ? ബ്രദറെ, നിങ്ങളെ ചർച്ചകത്ത് കൊണ്ടുവന്നത് കേവലം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോകാനല്ല, ഈ ദിവസങ്ങളിൽ ചർച്ചിന്റെ ഒരു പില്ലറായി മാറാനാ. ഇനി നീ പാസ്റ്റർ അല്ല വന്ന ആത്മാക്കൾ എന്നാണ്, നിങ്ങളിലൂടെ ചില ആത്മാക്കളിനകത്ത് കയറണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോവുക. നിങ്ങൾ കൈവെക്കുന്ന അത്ഭുതം നടക്കും, നിങ്ങൾ കയറുന്ന വീട്ടിൽ അത്ഭുതം നടക്കും. ഇനി നിങ്ങൾ
ദിവസങ്ങളിലൂടെ ഒരു അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ദൈവം അവളുടെ കണ്ണുകളെ തുറന്നു. പിശാചിന്റെ പദ്ധതി ഈ കണ്ണുകളെ അടച്ചു വെച്ചിരുന്നേ. കണ്ണുകളെ കുറിച്ച് പ്രസംഗിക്കുവാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ പ്രസംഗിക്കാൻ തീരത്തില്ല, അത്രമാത്രം സബ്ജക്റ്റുകളുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ കർത്താവ് ഏൽപ്പിച്ച 1-2 ദൈവവചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ കണ്ണുകളെ പിശാച് അടച്ചു വെച്ചു. അന്ന് വരെ ഹല്ലേലൂയ അവിടെ ജീവിതത്തിനകത്ത് പലതും അവിടെ മുമ്പിൽ അടയപ്പെട്ടു പോയി. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഹാഗാർ ബാലന്റെ ജീവിതത്തിനകത്ത് മരണം കാണരുതെന്ന് പറഞ്ഞ് മാറിയിരുന്ന കരയുമ്പില് സ്വർഗം പറയുക, ഇല്ല ഹാഗാറേ, നീ ബാലന്റെ മരണം കാണത്തില്ല. ഏത് വിഷയത്തിനകത്ത് നീ ഭാരപ്പെട്ടോ അതേ വിഷയത്തിനകത്ത് ദൈവം നിന്റെ വെച്ച് തുറക്കാൻ പോകുക. അബ്രഹാമേ, നീ കൊടുത്തുവിട്ട ഉറവകൾ തീർന്നു. നീ കൊടുത്തുവിട്ട വെള്ളം തീർന്നു. എന്നെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്തെങ്കിലും തുറന്നാൽ പറ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എടാ അബ്രഹാമേ, നിനക്ക് ഞങ്ങളുടെ വഴി അടയ്ക്കാം. അബ്രഹാമേ, കേവലം ഒരു തുരുത്തി വെള്ളം തന്നിട്ട് ഞങ്ങളെ പറഞ്ഞു വിടാം. പക്ഷെ ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു, ഞാൻ തുറന്നാൽ അത് അളക്കാൻ പറ്റത്തില്ല. അത് അൺലിമിറ്റഡ് ആണ്. എത്രവർക്ക് ആമേൻ പറയാൻ കഴിയും? നിങ്ങൾ ലിമിറ്റഡ് ആയ മേഖലക്കകത്താണെങ്കിൽ ഇന്ന് രാവിലെ ഒരു ഭയങ്കര അൺലിമിറ്റഡ്. എത്രവർക്ക് ആമേൻ പറയാൻ കഴിയും? ഈ നെറ്റൊക്കെ യൂസ് ചെയ്യുന്നവർ പറയും, അവരോട് ചോദിച്ചാൽ പറയും അൺലിമിറ്റഡ് റീചാർജ്. അൺലിമിറ്റഡ് പ്രത്യേകത, നിങ്ങൾ പരിധി കഴിഞ്ഞ് ഉപയോഗിച്ചാലും അത് വീണ്ടും നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാം. ഈ സീസണിന്റെ പ്രത്യേകത, ദൈവം നിന്റെ ഒരു അൺലിമിറ്റഡ് ആയി നിന്റെ ആത്മീയം നിന്റെ അഭിഷേകം അത് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഭയങ്കര അൺലിമിറ്റഡ് ആയിരിക്കും. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവം അവളൊരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിലെ വെള്ളം നിറച്ചു, ബാലനെ കുടിപ്പിച്ചു. അവൾ ചോദിച്ചെന്താ? മരണമാ. പക്ഷെ കർത്താവ് പറഞ്ഞെന്താന്ന് അറിയുമോ? മരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, അല്ലെങ്കിൽ അന്ധനായി ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഈ ദിവസങ്ങളിൽ നീ നിന്റെ വാഗ്ദത്തം കാണും. പറ, ഞാൻ എന്റെ വാഗ്ദത്തം കാണും, ഞാൻ എന്റെ നന്മ കാണും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നന്മകൾ അനുഭവിക്കും, ഞാൻ എന്റെ സഭയ്ക്കകത്ത് വളർച്ചകൾ കാണും. എന്റെ പട്ടണത്തിൽ ഏറ്റവും വലിയ സഭ എന്റെ സഭയായിരിക്കും. എന്റെ പട്ടണത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് എന്റെ അഭിഷക്തനായിരിക്കും. ഈ അവനെ പറ ഞാൻ അനുഗ്രഹിക്കപ്പെടുക, ഞാൻ ചിലത് കാണും, ഞാൻ ദേശത്ത് മാനിക്കപ്പെടും. ഈ രാവിലെ നിന്റെ വാഗുണ്ട് വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് രാവിലെ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അല്ല, ആ ബാലന്റെ നിലവിളി ദൈവം കേട്ടു. ദൈവയുടെ കണ്ണുകൾ തുറന്നു. അവളൊരു നീരുറവ. ദൈവം എവിടൊക്കെയോ ഈ ഉറവകളെ അടയ്ക്കുന്ന ചില മേഖലയുണ്ട്. വളരെ പ്രസിദ്ധമായ ചർച്ചകളുണ്ട്, വളരെ പ്രസിദ്ധമായ ദൈവദാസന്മാരുണ്ട്. എവിടൊക്കെയോ സ്റ്റോപ്പ് ആകാതെ നോൺ സ്റ്റോപ്പായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഉറവകൾ അടയുന്നു. പെട്ടെന്ന് നന്മകൾ വന്ന കുടുംബങ്ങളുണ്ട്, പെട്ടെന്ന് ഒത്തിരി ആളുകൾ കയറി വന്ന ചർച്ചകളുണ്ട്, പെട്ടെന്ന് ഈ ചർച്ചകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത്, പെട്ടെന്ന് ഇത് അടയപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇന്ന് രാവിലെ പരിശുദ്ധ പറയുന്നു, ദൈവം ഈ സഭയ്ക്കകത്ത് ചില നീരുറവുകൾ നീരുറവുകൾ ഈ രാവിലെ എത്ര കുഴിച്ചാലും ഈ നീരുറവയ്ക്ക് പ്രത്യേകമുണ്ട്. എത്ര കുഴിച്ചാലും ഇത് പൊട്ടിപ്പുറത്തു വരും. ഈ സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ നീരുറവകൾ ദൈവം തുറക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആമേൻ പറയാമോ? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ നീരുറവ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ ദൈവം തുറക്കുന്നത് അവൾ കണ്ടു. 2 തുരുത്തിലെ വെള്ളം നിറച്ച് ബാലനെ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയുന്നു, ചില അടഞ്ഞു പോയതെല്ലാം ദൈവം തുറക്കും. ഈ സഭയ്ക്കകത്ത് അടഞ്ഞു പോയത്, എവിടൊക്കെയോ അടച്ചു കളഞ്ഞത്, എവിടൊക്കെയോ മനുഷ്യനും പിശാചും ചേർന്ന് നിന്റെ വളർച്ചയിൽ അസൂയ തോന്നി നീ ഉയരുന്ന കണ്ടിട്ട് എവിടൊക്കെയോ പിശാച് അടച്ചു കളഞ്ഞു. പക്ഷെ ഈ ഹോളി സ്പിരിറ്റ് മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മ പറയുന്നു, ഞാനത് തുറക്ക്. പറ, ഞാനത് തുറക്ക്. എന്റെ ദൈവം അത് തുറക്കുന്നു. കരമടിച്ചോ അന്യ ഭാഷയിലോ നീ ചിലത് കാണാൻ പോവുക. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ചിലത് കാണും,
ഞാൻ ചിലത് കാണണമെങ്കിൽ എൻ്റെ കണ്ണ് തുറക്കണം. ഇന്ന് രാവിലെ നമ്മളെ ഇവിടെ എന്തിനാ കൊണ്ടിരുത്തിയെന്നറിയാമോ? ഈ ദേശത്തിനെ ചിലത് വെളിപ്പെടുത്താനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ കലിയ പ്രവേശം കൊണ്ട് ഈ സഭയ്ക്കകത്ത് ആളുകളെ കയറ്റാൻ പറ്റും. എൻ്റെ ഈ ചെറുപ്രായം കൊണ്ട് എനിക്ക് അല്ലെങ്കിൽ അനേക ആത്മാക്കളെ സ്നാനപ്പെടുത്താൻ കഴിഞ്ഞു. അനേകം വ്യക്തികളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒത്തിരി മന്ത്രവാദികളുടെ തലമുറകൾ, ഒത്തിരി മന്ത്രവാദികൾ, ഒത്തിരി ആഭിചാരികൾ, ഇങ്ങനെയുള്ള പല ആളുകൾ എൻ്റെ ചർച്ചിനകത്തുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിന് ആരെ ഉപയോഗിക്കാൻ പറ്റും? ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ മീറ്റിംഗിനകത്ത് കയറിയിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, കർത്താവ് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നത് അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ തയ്യാറ ആത്മാക്കളെ നേടാൻ? എത്ര പേര് തയ്യാറ ആത്മാക്കൾ തരാൻ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ സഭയ്ക്കകത്ത് ആത്മാക്കൾ കയറണം. നിങ്ങളുടെ ഒഴിഞ്ഞ കസേരയിലൊക്കെ കൈവച്ചിട്ട് പറ, കർത്താവേ ആത്മാക്കൾ കയറണം, ആത്മാക്കൾ കയറണം. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ ആരുമില്ല. ഒരു ഹോള് കൊണ്ട് കുറെ കസേര ഉണ്ട്. ഹല്ലേലൂയ. പാട്ട് പാടുന്നത് ഞാൻ, വർഷിപ്പ് ചെയ്യുന്ന ഞാൻ, പ്രസംഗിക്കുന്ന ഞാൻ, എല്ലാം ചെയ്ത ഞാൻ. ഹല്ലേലൂയ. കസേരകൾ നിരത്തിയിട്ടിട്ട് അന്യഭാഷ പറയും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വന്നിരുന്നോണം, വന്നിരുന്നോണം, വന്നിരുന്നോണം. ഹല്ലേലൂയ. കസേരകൾ 10, 20, 30, 40 ഇന്ന് 250 ചേരിട്ടൊക്കെ തികയുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, എത്രത്തോളം ചേരിടുന്നു അത്രത്തോളം ആളുകൾ തുടങ്ങി. ഈ ദിവസങ്ങൾ പരിശുദ്ധ പറയുന്നു, ഈ രാവിലെ നിന്റെ പട്ടണത്തിൽ, ഈ സഭയ്ക്കകത്ത് നിന്നെ ഉപയോഗിക്കാൻ പോകുക ഒരു അസാധാരണമായ വിളി. ഈ രാവിലെ വിശ്വസിക്കുന്നവർ ഈ രാവിലെ ചില കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അപ്പോൾ എവിടേക്കോ പിശാച് നമ്മുടെ കണ്ണുകളെ അടച്ച് വച്ചിരിക്കുക. പഴയ നിയമത്തിനകത്ത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ എലീശ എന്ന പ്രവാചകനെ കുറിച്ച് കാണാൻ കഴിയും. ഈ പ്രവാചകന്റെ പ്രത്യേകത, ആരാ സൈന്യം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവാചകനായ എലീശ പ്രാർത്ഥന റൂമിൽ മുട്ടുമടക്കുമ്പോൾ തന്റെ പ്രാർത്ഥന റൂമിൽ ഹല്ലേലൂയ ആരാൻ രാജാവ് ബുദ്ധിയിൽ ചിന്തിച്ചതല്ല, തന്റെ പ്രാർത്ഥന റൂമിൽ വെളിപ്പെടുകയാ. എലീശ എന്ന ദൈവ മനുഷ്യൻ അകക്കണ്ണുകൊണ്ട് ദൈവാത്മാവിനാൽ ചില രഹസ്യങ്ങളെ പിടിച്ചെടുക്കുക. നിങ്ങൾക്ക് കേൾക്കണമോ? ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആരാം രാജ പറയാണ്, എന്റെ സൈന്യത്തിൽ ആരോ എന്നെ ഹല്ലേലൂയ ഒറ്റുകൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ വിവിധ വഴികളിൽ ആരാം സൈന്യം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ആരാം സൈന്യത്തിന്റെ പ്രാണികൾ പൊളിഞ്ഞു പോകുക. എന്താ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കാരണം, അതിന്റെ അകത്തൊരു ബാലിക്കരൻ പറഞ്ഞു, അതിന്റെ രാജാവേ ഇസ്രായേലിന്റെ നിരകളിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അവന്റെ പേര് എലീശ എന്നാണ്. അവന്റെ പ്രത്യേകത, അവൻ മുട്ടുമടക്കുമ്പോൾ ചിലത് വെളിപ്പെട്ട്, ഈ സീസൺ ദൈവം പറയുന്നു, നീ മുട്ടുമടക്കുമ്പോൾ ചിലത് വെളിപ്പെട്ട് വരും. ആമേൻ പറയാമോ? ആമേൻ പറയാമോ? ഞങ്ങളുടെ പട്ടണത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ആ ദേശത്തിലെ ശക്തികളെല്ലാം എൻ്റെ റൂമിൽ വരും. ആ ദേശത്തിനകത്തിലെ മന്ത്രവാദം ചെയ്തു വെച്ച, ആഭിചാരം ചെയ്തു വെച്ച പല വികൃത രൂപങ്ങൾ മുമ്പിൽ വന്നിട്ട് പറയാറുണ്ട്, ഈ ദേശത്തിനകത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ നീ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പല പ്രാവശ്യം ഇത് വന്നിട്ട് പറയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ നീ നിൽക്കുന്നതുകൊണ്ട് ദേശത്തിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളുടെ ദൈവശബ്ദം പറയുക, ദേശത്തിന്റെ അകത്ത് ആഭിചാരത്തിന് പോലും നിന്നെ ഒരു പേടിയായി മാറും. മന്ത്രവാദങ്ങൾക്ക് പേടിയായി മാറണം. ദേശത്തിന്റെ ശക്തി ഇവിടുത്തെ പന്ന പിശാചല്ല, ദേശത്തിന്റെ ശക്തി നീയാ. പ്രാർത്ഥിക്കുന്ന നീ ഒരു ശക്തിയായി ഈ രാവിലെ തിരിച്ചു വരാൻ പോകുക. ആമേൻ പറയാമോ? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഇതൊരു ഭയങ്കര ശക്തിയായി മാറാൻ പോകുന്നു. ആരാം സൈന്യം, ആരാൻ രാജാവ് പദ്ധതി ഒരുക്കി, പ്രാർത്ഥിക്കുന്നവരെ തകർത്തെറിയാൻ പദ്ധതികൾ ഒരുക്കി. അല്ലെങ്കിൽ എലീശ പ്രവാചകന്റെ വീട് പറയുമ്പോൾ ബാല്യക്കാരൻ രാവിലെ ഓടി വന്നിട്ട് പറയാണ്, പ്രവാചകൻ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു പറയുമ്പോഴും അതിന്റെ നടുവിൽ പ്രവാചകൻ പറഞ്ഞ ശബ്ദമുണ്ട്, ഹല്ലേലൂയ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന്.
എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അകക്കണ്ണ് തുറക്കാത്ത, കണ്ണ് തുറക്കാത്ത ബാലിക്കാരൻ പറഞ്ഞ കാഴ്ച എല്ലാം അവസാനിച്ചെന്ന്. എന്നാൽ പ്രവാചകൻ വെളിവന്ന് നോക്കുമ്പോൾ പ്രവാചകൻ കണ്ട കാഴ്ച അഗ്നിരഥങ്ങളുമായി വന്ന് വളഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവത്തെ പ്രവാചകൻ കണ്ടുവെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തെ ചെല്ല് കാണുന്ന സീസണാണ്. ഈ രാവിലെ ബാല്യക്കാരന്മാരുടെ കണ്ണുകളെ ദൈവം തുറക്ക്, ദൈവസഭയുടെ കണ്ണുകളെ ദൈവം തുറക്ക്. പട്ടണത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ വെളിപ്പെടുത്താൻ ഇന്ന് രാവിലെ ചിലരുടെ കണ്ണുകളെ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ബാലിക്കാരന് കാണാൻ കഴിഞ്ഞില്ല, എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, പ്രവാചകൻ ചെന്ന് നോക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, പ്രവാചകൻ ചെന്ന് നോക്കൂ, കണ്ട കാഴ്ച ആരാ സൈന്യത്തിന്റെ പിന്നിൽ അവരെ വളഞ്ഞിരിക്കുന്ന അഗ്നിരഥവുമായി വയ്ക്കുന്ന സൈന്യങ്ങളുടെ ദൈവത്തെ. പ്രവാചകൻ ഓടിപ്പോയി, ഹല്ലേലൂയ, ബാലിക്കാരന്റെ കണ്ണിൽ കൈവച്ച് പറഞ്ഞു, കർത്താവേ ഇവനും ഇതൊക്കെ ഒന്ന്. ഇന്നത്തെ സഭയുടെ പ്രത്യേകത, പാസ്റ്റർ കാണുന്ന വിശ്വാസി കാണത്തില്ല, അല്ല വർഷിപ്പ് ലീഡർ കാണുന്നത് വിശ്വാസി കാണത്തില്ല. വന്നിരിക്കുന്നവൻ പ്രസംഗിക്കുന്നവൻ എന്താ പ്രസംഗിക്കുന്നത് അവർക്ക് അറിയാൻ പറ്റുന്നില്ല, അവർ കാണാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ നീ കാണേണ്ട കാഴ്ച, ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിനകത്ത്, സഭയ്ക്കകത്ത് ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് നീ കാണാൻ പോകുക. എത്ര പേർക്ക് ഇന്ന് രാവിലെ ആമേൻ പറയാൻ കഴിയും? എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പ്രവാചകന്റെ ബാലിക്കാന്റെ കണ്ണിൽ പ്രവാചകൻ കൈവെക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ശബ്ദം, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്ക വിധം ഇവന്റെ കണ്ണ് തുറക്കണം. ഇന്ന് രാവിലെ സഭയുടെ കണ്ണ് തുറക്കണം. ബ്രദർ, നിങ്ങളുടെ കണ്ണ് തുറക്കണം. ഈ ദേശത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നീ ഹല്ലേലൂയ ഈ രാവിലെ മുതൽ നിന്റെ അകത്തൊരു ഭാരം ഉണ്ടാകണം. എന്റെ പ്രത്യേകത, ഞാൻ എവിടെ കയറിയാലും സുവിശേഷം പറയും, ഞാൻ എവിടെ കടയിൽ കയറിയാലും സുവിശേഷം പറയും, ആരോടും ദൈവത്തെ കുറിച്ച് പറയും. എനിക്ക് നാണമില്ല, എനിക്ക് മടുപ്പില്ല. എന്റെ ഈ പ്രായത്തിൽ എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യാനുള്ളത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ഇത് കണ്ണു തുറന്നാൽ നീ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കാണാൻ പോവുക. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുമോ? ഈ രംഗത്ത് ദൈവം പറയും, നിങ്ങളെ ഒരു അസാധാരണമായ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകരാക്കി ദൈവം പുറത്തുകൊണ്ടുവരും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളെ ഒരു ശുശ്രൂഷകരാക്കി ദൈവം പുറത്തുകൊണ്ട്, നിങ്ങളുടെ വീട്ടിൽ പലരും കാണാത്ത നിങ്ങൾ കാണാൻ പോകുക. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ദൈവം നിങ്ങളുടെ കണ്ണുകളെ, പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം, കർത്താവേ എന്റെ കണ്ണൊന്ന്, എവിടേക്കോ പിശാച് അടച്ചു വെച്ചിട്ട് കണ്ണുകൾ, ഈ ദേശത്തിനകത്ത് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ ഹൃദയത്തെ കുരുടക്കളഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ അതിന്റെ മുകളിൽ ദൈവം നിന്നെ നിർത്താൻ പോവാ. ചിലതിന്റെ കണ്ണുകളെ തുറക്കുന്നൊരു അഭിഷേകം. എത്രയൊക്കെ ആമേൻ പറയാൻ കഴിയും? ഈ ദിവസങ്ങളിൽ നിന്നിലൂടെ ചില കണ്ണുകൾ തുറക്കപ്പെടും. നീ കൈവെക്കുന്നിടത്ത് അത്ഭുതം നടക്കും. ഈ മീറ്റിംഗ് പരിശുദ്ധൻ പറയുന്നു, വെറുതെ അല്ല ഇതിനകത്ത് കേട്ടിയത്, സാധാരണമായ ചില തുറവികൾ ഉണ്ടാകാൻ പോകുക. പ്രവാചകൻ കാണാത്തത്, അല്ലെ ബാലിക്കാരെ കാണാത്ത പ്രവാചകൻ കണ്ടു. ഈ രാവിലെ നിന്റെ വീടിനകത്ത് പിശാച് മരണം വിതയ്ക്കുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥന റൂമിൽ നീ കാണാൻ പോകുക ആ മരണം കയറി വരുന്ന വഴികൾ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിൽ അനർത്ഥം വെളിപ്പെടുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനാ റൂമിൽ ദൈവ സൈറൻ ഇടും. ആ പ്രാർത്ഥന ദൈവം പറയും, എടാ അനർത്ഥം വരുന്നുണ്ട്, പ്രതികൂലം വരുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറയുന്ന ആത്മതലങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നതിനകത്തുണ്ടോ? ആമേൻ പറയാമോ? ഈ രാവിലെ ദൈവം ചിലത് തുറക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ദൈവം ചിലത്, അടുത്തിരിക്കുക കൈയോർത്ത് പറ, ദൈവം ചിലത് തുറക്കും. ദൈവം ചിലത്. യെഹെസ്കേൽ പ്രവാചന പുസ്തകം 37:12 വായിക്കാമോ? യെഹെസ്കേൽ 37:12. ഷാറാഖാസിറ്റി ആ ആ ആ ആ 37:12. ആ ആ
എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോയി. ഇന്ന് രാവിലെ ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാ. എവിടൊക്കെയോ ശവക്കുഴികൾ. ഈ ശവക്കുഴിയുടെ പ്രത്യേകത, ഈ ശവക്കുഴി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ശവക്കുഴികൾ, മരിച്ചുപോയ വ്യക്തികളെ അടക്കുന്ന ശവക്കുഴികൾ. പക്ഷേ യെഹെസ്കേലിന്റെ പുസ്തകം 37:12 ഇത് ദൈവസഭയോടുള്ള ദൈവശബ്ദമാണ്. 37:12 പറഞ്ഞു, അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടു. ഇന്ന് രാവിലെ പരിശുദ്ധ പറയുന്നു, ചില ശവക്കുഴികളെ അവർ തുറക്കാൻ പോവുക. ഈ പട്ടണത്തിന്റെ അകത്ത് അനേക ആത്മീകന്മാരെ ശവക്കുഴികളിട്ട്, ആത്മീയന്മാരെ, ദൈവസഭകളെ, അല്ലെങ്കിൽ വിശ്വാസികളെ ശവക്കുഴി ഇട്ട് കളഞ്ഞ സാത്താനിയ പദ്ധതിയുണ്ട്. എന്നാൽ ദൈവാത്മ പറയും, ഈ ദിവസങ്ങളിൽ അവൻ നിന്നെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി വാഗ്ദത്ത ദേശത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. ഈ രാവിലെ ചില ശവക്കുഴികൾക്കകത്തുനിന്ന് ചിലർ പുറത്തു വരാൻ പോകുകയോ. കരമടിച്ചൊന്ന് 2 മിനിറ്റ് അന്യഭാഷയിൽ അവൻ ശവക്കുഴികളെ തുറക്കും. ഈ പട്ടണത്തിനകത്ത് ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് പറയുന്ന, ഒരിക്കലും അത് സാധ്യമല്ലെന്ന് പറയുന്ന ശവക്കുഴികളുണ്ട്. ഈ ശവക്കുഴിയുടെ പ്രത്യേകത, ഒരിക്കലും മനുഷ്യന് ശവക്കുഴിയിൽ തിരിച്ചു വരാൻ പറ്റത്തില്ല. പക്ഷെ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ യെഹെസ്കേലിനോട് ദൈവം പറയാ, നീ പ്രവചിച്ച് അവരോട് പറയേണ്ട എന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറക്കും. ഈ രാവിലെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ ശവക്കുഴികളെ അവർ തുറക്കും. ഈ രാവിലെ തുറന്നു കരമടിച്ചെന്റെ ഭാഷയിൽ എന്റെ ഭാഷ ചില ശവക്കുഴികൾ തുറന്ന് ദൈവങ്ങളെ പുറത്തുകൊണ്ടുവരുന്നു. ചില ശവക്കുഴികൾ, നിന്റെ ശവക്കുഴികൾക്കകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. പിശാചിന്റെ പരിപാടി, ഒരിക്കലും നീ എഴുന്നേൽക്കരുത്, ഒരിക്കലും നീ ജീവിക്കരുത്, ഒരിക്കലും നീ രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് പിശാച് എവിടേക്കോ ശവക്കുഴിക്ക് തുല്യമായി സാഹചര്യത്തിനകത്ത് നിന്നെ നിർത്തിയിരിക്കുക. പക്ഷെ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ പ്രവാചകനായ യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, നീ അസ്ഥികളോട് പ്രവചിക്കുക. പ്രവാചകൻ പറഞ്ഞ ശബ്ദം, കർത്താവേ, നീ അറിയുന്നു. ഈ അസ്ഥികളോട് പ്രവചിക്കാൻ പറയും, അസ്ഥിക്ക് മൂക്കില്ല, അസ്ഥിക്ക് ശ്വാസമില്ല, അസ്ഥിക്ക് ചെവിയില്ല, കണ്ണില്ല. പക്ഷെ ഇന്ന് രാവിലെ സാഹചര്യത്തെ അല്ല നോക്കേണ്ടത്, തുറക്കുന്ന ദൈവത്തെ. ആമേൻ പറ, തുറക്കുന്ന ദൈവത്തെ. സാഹചര്യം എത്ര വട്ടപൂജ്യമാണെങ്കിൽ തുറക്കുന്ന ഒരു ദൈവം. ആമേൻ പറയാമോ ഇന്ന് രാവിലെ? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പ്രവാചകനെ അസ്ഥിയുടെ താഴ്വരി നിർത്തുമ്പോൾ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയതായിരുന്നു. പ്രതീക്ഷ ഇല്ലാത്ത അസ്ഥിയായിരുന്നു. കണ്ണില്ല, മാംസമില്ല, അസ്ഥിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത മേഖല. എന്നാൽ പ്രവാചകനോട് ദൈവം, നീ പ്രവചിക്കുക. പ്രവാചകൻ, കർത്താവേ, നീ അറിയുന്നു. അസ്ഥി താഴ്വരയാണ്, ശവക്കുഴിയാണ്. പക്ഷെ ഇന്ന് രാവിലെ സമയം നോക്കില്ല, പ്രവചിക്കുക. നിന്റെ ശവക്കുഴികൾ ഞാൻ തുറക്കുക. ഈ പട്ടണത്തിന്റെ അകത്ത് ആത്മാക്കളെ വിടാതെ ദേശത്ത് ഭരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ഈ രാവിലെ ആരാധിക്കുമ്പോൾ അത് പുറത്തു വരുന്നു. ശവക്കുഴികളെ തുറക്കാൻ ചില ശവക്കുഴികളെ വിശ്വസിക്കുന്നവർ രാവിലെ ആമേൻ പറയാമോ? ഞാൻ ശവക്കുഴികളെ തുറക്കും.
ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, യെഹെസ്കേലിന്റെ 37-ാമത്തെ അധ്യായത്തിൽ ഹലിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയാ. ഒരിക്കലും ഒരു അസ്ഥി ഹലിയ ജീവൻ വെച്ചതായിട്ട് മെഡിക്കൽ സയൻസിന് അറിയത്തില്ല. പക്ഷെ ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ ദൈവം പുതിയ ചില അധ്യായങ്ങളെ തുറക്കുക. ഹലിയ ഉണങ്ങിയ അസ്ഥിയെ ഹലിയ ഒരു സൈന്യമാക്കി ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഈ സഭയോട് ഞാൻ പ്രവചിക്കുക, ഈ സഭയുടെ ആത്മതലം മാറും, സഭയിൽ ആത്മാക്കൾ കയറും. ഇന്ന് രാവിലെ പ്രവചിക്കുക, തെക്കിനോട് കൽപ്പിക്കുന്നു, വടക്കിനോട് കൽപ്പിക്കുന്നു, പടിഞ്ഞാറോട് കൽപ്പിക്കുന്നു, ഈ സഭയ്ക്കകത്ത് ആത്മാക്കൾ ഇടിച്ചു കയറും. ദൈവം തുറക്കും, ദൈവ ശവക്കുഴികളെ തുറക്കും, ദൈവ ശവക്കുഴികളെ തുറക്കും. വിശ്വസിക്കുന്നവരും രാവിലെ ആമേൻ പറഞ്ഞു. എത്ര പേർക്ക് രാവിലെ ആമേൻ പറയാൻ കഴിയും? ദൈവം തുറക്കുന്ന ദൈവമാണ്. ഒന്ന്, അവൻ അസ്ഥിത്താഴ്വരയിൽ ശവക്കുഴികളെ തുറന്നു. ലോകത്തിന്റെ അകത്ത് ഇതുവരെ അലിയ ശാസ്ത്രജ്ഞന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് അലിയ ദൈവത്തിന് ചെയ്യാൻ പറ്റി. വലിയ അസ്ഥിത്താഴ്വരയിൽ ദൈവം ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാവിലെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ശവക്കുഴിക്കകത്തുനിന്ന് അലിയ ഞാൻ ചെലവിനെ തുറക്കും. നിങ്ങളുടെ ശവക്കുഴികൾ ഞാൻ തുറക്കും. നീ ഏത് മേഖലയിൽ കിടന്നോ അവിടെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. നീ ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നോ ദൈവം അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരും. ഈ പട്ടണത്തിനകത്ത്, ദേശത്തിനകത്ത് ശവക്കുഴിക്ക് സമാനമായ സാഹചര്യത്തിനകത്ത് കിടക്കുന്ന ഒരു തലമുറ പിശാച് അവനെ കൊണ്ടിട്ടത് ശവക്കുഴിയില്ല. വേദപുസ്തകത്തിൽ ഗദരദേശത്തൊരു ഭൂതസ്ഥനുണ്ട്. അവൻ കിടക്കുന്നത് എവിടെയാണെന്ന് അറിയോ? ശവക്കല്ലറക്കകത്ത്. എവിടേക്ക് ഉപയോഗിക്കപ്പെടേണ്ട ഒരു തലമുറയെ പിശാച് കൊണ്ടുപോയി അവന്റെ അവസാനത്തെ വെളിപ്പെടുന്ന ശവക്കുഴിയില. എന്ന് രാവിലെ ദൈവം പറയുന്നു, പലതിന്റെ അവസാനം നിന്റെ ആരംഭമായി മാറാൻ പോയ ആമേൻ പറയുമ്പോ പലതിനെ അവസാനിപ്പിച്ചത് നീ ഇന്ന് രാവിലെ ചിലനെ ആരംഭിപ്പിക്കാൻ പോകുന്നു. യെഹെസ്കേലേ ഒരു തലമുറയെ ശവക്കുഴി കൊണ്ട് തീർത്തപ്പോൾ യെഹെസ്കേലിനെ കൊണ്ട് ദൈവം ശവക്കുഴികളെ തുറന്നു. ഇന്ന് രാവിലെ ഈ മീറ്റിംഗിൽ ദൈവം പറയുന്നു, നിന്നിലൂടെ ദൈവ ചെലവിനെ എഴുന്നേൽപ്പിക്കും. നിന്നുടെ ദൈവ ചെലവ് തുറക്കുന്ന യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിച്ച ശബ്ദങ്ങൾ തുറന്ന് അന്യഭാഷയിൽ അന്യഭാഷ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാവിലെ അന്യഭാഷയിൽ ലൂക്കോസിന് മർക്കോസിന് 7:31 ഇങ്ങനെ പറയുന്നു, അവൻ വീണ്ടും സോരിന്റെ അതിര് വിട്ട് സീദോൻ വഴിയായി തെക്കേ ദേശത്തിന്റെ നടുവിൽ കൂടെ ഗലീല കടപ്പുറത്ത് വന്നു. അവിടെ അവൻ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവരുന്നതും അവന്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിൽ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടു, തുറന്നു വരിക എന്നുള്ള യഫദ എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ ശരിയായി. ഇന്ന് രാവിലെ പരിശുദ്ധ പറയുന്നു, ചിലത് തുറന്നു വരാൻ പോകുക. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഒരിക്കൽ യേശുവിന് അരികിൽ വിക്കനായ ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. ഉടനെ യേശു അവനെ പുരുഷാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അവന്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവന്റെ നാവിൽ തൊട്ട് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു, തുറന്നു വരിക എന്ന പദമുള്ള യഫദ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ പരിശുദ്ധ പറയുന്നു, ചിലത് തുറന്നു വരാൻ പോവുക. അത് ചില രാജ്യങ്ങൾ തുറന്നു വരും, ചില അത്ഭുതങ്ങൾ തുറന്നു വരും, നിന്റെ മുമ്പിൽ ഇതുവരെ തുറക്കാത്ത. എത്ര പേർക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയും? ഇന്ന് രാവിലെ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ് എന്ന് ഈ രാവിലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ്
ഇന്ന് രാവിലെ മുമ്പോട്ട് വരാൻ കഴിയുന്നില്ല, മുമ്പോട്ട് വന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പുറകിലേക്ക് ആരും നിൽക്കരുത്, എല്ലാവരും മുമ്പിൽ വന്ന് നിന്നോട്ടെ. ഈ രാവിലെ കർത്താവ് പറയുന്നു, ചില തുറന്നു വരാൻ പോവുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പുറകെ നിൽക്കുന്നവരെല്ലാം മുമ്പിൽ വന്നാട്ടെ. ഒരുമിച്ച് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ആരും പുറം നിൽക്കില്ല, മുമ്പിൽ വന്നാട്ടെ. ഇന്ന് രാവിലെ ചിലത് തുറന്നു വരാൻ പോകും. നിന്റെ മുമ്പിൽ അടയപ്പെട്ടു പോയതെല്ലാം ദൈവം തുറക്കും. കരം ഉയർത്തിപ്പിടിക്കാമോ? കരം തുറക്കും. രാവിലെ ചിലത് തുറന്നു വരും. ഇന്ന് രാവിലെ ചിലത് തുറന്നു വരും. ചിലത് തുറന്നു വരും. നിന്റെ മുമ്പിൽ അടയപ്പെട്ടു പോയതെല്ലാം പരിശുദ്ധാത്മാ തുറക്കും. ഈ മീറ്റിംഗും നിന്റെ വീടിനകത്ത് അടയപ്പെട്ടു പോയതെല്ലാം ദൈവം തുറക്കും. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ തുറക്കും. പരിശുദ്ധാത്മാവ് നിന്നെ തുറക്കും. ഈ രാവിലെ നിന്റെ ജീവിതത്തിനകത്ത് ശവക്കുഴിക്ക് സമാനമായ സാഹചര്യങ്ങളെ ദൈവം ഇന്ന് രാവിലെ പൊളിക്കാൻ പോകുന്നു. അന്യഭാഷ ചിലരെ തൊടുന്നു. ഈ രാവിലെ ഒരു ആത്മപകർച്ച നിന്റെ ജീവിതത്തിൽ ഒരു ആത്മപകർച്ച ഉണ്ടാകാൻ പോകുന്നു. ഒരു വലിയ വാതിൽ തുറക്കുന്നു. യഫദ തുറന്നു വരിക. ഈ പട്ടണത്തിൽ തുറന്നു വരിക. തന്ത്രവാദി പൂട്ടിയത്, ആഭിചാരകൾ പൂട്ടിയത് ഈ രാവിലെ നീ തുറക്കാൻ പോകുക. ഒരു അസാധാരണ തീ ചിലവർ കത്തി തുടങ്ങും. യഫദ തുറന്നു വരിക. യേശുവിൻ നാമത്തിൽ ഈ രാവിലെ ഒരു ആത്മപകർച്ച. ഒരു വലിയ ആത്മപകർച്ച. വലിയ ആത്മപകർച്ച ഈ രാവിലെ നിന്റെ മേൽ ഒരു ആത്മപകർച്ച വെളിപ്പെടാൻ പോകുന്നു. ഒരു വലിയ ആത്മപകർച്ച